ഹലോ, എൻ്റെ പേര് ഏഞ്ചൽ തോമസ്. ഇന്ന് നമ്മുടെ കൂടെ ഫോമയുടെ വൈസ് പ്രസിഡൻ്റായ ഷാലു പൊന്നൂസ് ഉണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഫോമ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത അനുഭവവും ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും എങ്ങനെ വിലയിരുത്തുന്നു? ഫോമ വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള മൂമെൻ്റ് ആണ്. കാരണം ഫോമ എന്ന് പറയുന്നത് അമേരിക്കയിലെയും കാനഡയിലെയും എല്ലാ സംഘടനകളും കൂടി ചേരുന്ന സംഘടനയാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മലയാളി സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡന്റാണ് സാധിച്ചത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങളൊരു ടീമായിട്ടാണ് ഇലക്ഷന് വന്നത്. ഞങ്ങൾ 6 പേരും ഭയങ്കരമായ ഭൂരിപക്ഷത്തിൽ വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിപ്പിച്ചതിന് ശേഷം പറഞ്ഞ വാഗ്ദാനങ്ങൾ ഏകദേശം ഒരു 90% നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതായത് ഫോമയുടെ തുടക്കം തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു തുക അവർ ബാക്കി വെച്ചു. അതുകൊണ്ട് പ്രവർത്തനം ഞങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അവിടെ നിന്ന് ശേഷം മുന്നോട്ട് പോയപ്പോഴത്തേക്കിന് ഹാൻഡിങ് ഓവർ കഴിഞ്ഞു. കേരള കൺവെൻഷൻ ഫോമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കേരള കൺവെൻഷൻ നടത്താൻ പറ്റി. അതിനുശേഷം വുമൺ സമ്മിറ്റ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പോക്കൺ ഹൗസിൽ ഫോമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് 250 സ്ത്രീകൾ വന്ന് പങ്കെടുത്ത് വുമൺ സമ്മിറ്റ് നടത്തി. അതിനുശേഷം യൂത്തിനെ കൊണ്ടുവരാമെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. 300 യൂത്തിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫ്ലോറിഡ വെച്ചിട്ട് ഒരു യൂത്ത് സമ്മിറ്റ് നടത്തി. അതുപോലെ ബിസിനസ് ഫോറം മീറ്റിങ്ങുകൾ, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളുമായിട്ട് ഫോമ മുന്നോട്ട് പോകുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകദേശം 2.5 കോടി രൂപയുടെ ഇന്ത്യൻ പൈസ രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലും അമേരിക്കയിലുമായിട്ട് ചെയ്യാനായിട്ട് ഫോമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോമയുടെ കൺവെൻഷനാണ് വരുന്നത്. അത് ഈ വരുന്ന ഇപ്പോൾ 2 ദിവസമാണ്. ബുധനാഴ്ച, വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിലാണ് ഫോമയുടെ കൺവെൻഷൻ. ഫോമയെ സംബന്ധിച്ചോളം കുറേ കാലങ്ങളായിട്ട് ഡെസ്റ്റിനേഷൻ കൺവെൻഷനെ അല്ലെങ്കിൽ ക്രൂസ് കൺവെൻഷൻ അങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം വളരെ നാളുകൾക്ക് ശേഷം ഒരു ലാൻഡ് കൺവെൻഷൻ നടക്കുകയാണ്. ഏകദേശം 1500 ആളുകൾ അതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു കൺവെൻഷനാണ് ഫോമയ്ക്ക് ഇതുവരെയാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഫോമയുടെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യങ്ങളും മുൻഗണനകളും എന്തൊക്കെയാണ്? ഫോമയെ സംബന്ധിച്ചോളം പുതിയ തലമുറയെ ഫോമയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഫോമയുടെ ലക്ഷ്യം. അതിന് നല്ലൊരു അടിത്തറ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയും അത് മുന്നോട്ട് പോയാൽ മതി. നല്ല രീതിയിൽ പുതിയ ജനറേഷൻ ഫോമയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ കൂടുതലായിട്ട് ഫോമയിലേക്ക് കൊണ്ടുവരിക. സ്ത്രീകളെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ അറിയാം, എല്ലാ റീജിയനിലും വുമൺസ് ഫോറത്തിലും ഒക്കെ സ്ത്രീകൾ നല്ല രീതിയിൽ മത്സരിച്ച് സ്ഥാനത്തേക്ക് വരാനായിട്ട് എത്തിച്ചേർന്നു എന്നത് തന്നെ സവിശേഷമായ ഒരു കാര്യമാണ്. പ്രവാസി മലയാളികൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? പ്രവാസി മലയാളികളെ സംബന്ധിച്ചോളം നമ്മുടെ നാട്ടിലെ എല്ലാ സുഖങ്ങളോട് ജീവിക്കുന്നവരാണ്. അവിടെ നിന്നപ്പോഴത്തേക്കിന് നമ്മൾ അമേരിക്കയിലേക്ക് ഒരു സ്വർണം കായ്ക്കുന്ന മരം ആണെന്ന് വിചാരിച്ചാണ് പലരും അമേരിക്കയിലേക്ക് വരുന്നത്. എന്നാൽ കാല് കുത്തുന്ന നാൾ തൊട്ട് ഇവിടെ നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ ആദ്യം ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഒന്ന് സ്റ്റാൻഡായി വരാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ, അതിനുശേഷം പിള്ളേരെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, പ്രായമായി കഴിയുമ്പോഴത്തേക്കിന് പ്രായമായവരെ നോക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് വരുന്ന അതിനുള്ള എല്ലാവരും ജോലിയും തിരക്കുമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല സൗഹൃദങ്ങൾ നിലനിർത്താനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഞാനിപ്പോൾ ഈ അമേരിക്ക മുഴുവൻ സഞ്ചരിച്ചപ്പോൾ പലയിടത്തുനിന്നും കേട്ട ഒരു കാര്യം, പിള്ളേരുടെ കല്യാണം. ഇവിടുത്തെ ഒത്തിരി പിള്ളേർ കല്യാണം കഴിക്കാതെ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ മലയാളി സമൂഹം അമേരിക്ക നേരിടുന്നുണ്ട്. വനിതാ നേതൃത്വത്തിന് ഫോമയിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ എന്തെല്ലാം പദ്ധതികളാണുള്ളത്? ഫോമ പോലുള്ള സംഘടനകളുടെ പ്രധാന ലക്ഷ്യം ഇത് തന്നെയാണ്. സ്ത്രീകളെയും കുട്ടികളെയും കൂടുതലായിട്ട് പബ്ലിക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വുമൺസ് ഫോറം നിലവിലുണ്ട്. വുമൺസ് ഫോറത്തിൻ്റെ കീഴിൽ ശക്തമായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോമയിൽ എക്സിക്യൂട്ടീവിലാണെങ്കിലും ഒരു സീറ്റ് എങ്കിലും സ്ത്രീകൾക്കായി നമ്മൾ മാറ്റിവെക്കാറുണ്ട്. അങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേതൃത്വത്തിലേക്ക് വളർന്നു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്ന ഒരു സംഘടനയാണ് ഫോമ. യുവതലമുറയെ ഫോമയുടെ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫോമയെ സംബന്ധിച്ചോളം നല്ല രീതിയിൽ ഇപ്പോൾ യുവജനങ്ങൾ കടന്നു വരുന്നുണ്ട്. ഞങ്ങൾ ഇലക്ഷൻ നിന്നപ്പോൾ പറഞ്ഞ മെയിനൊരു വാഗ്ദാനമാണ് യുവജനങ്ങളെ ഫോമയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. എന്നെ ആയിരുന്നു യൂത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. കാരണം ഫോമയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ് പ്രസിഡന്റ് ഞാൻ. അപ്പോൾ ഫോമയുടെ എല്ലാ റീജിയനിലും ഞങ്ങൾ യൂത്തിൻ്റെ കോർഡിനേറ്റേഴ്സിനെ കൊണ്ടുവന്നു.
അവരുടെ രീതിയിൽ എല്ലാ റീജിയനുകളിലും ശക്തമായ യൂത്ത് ആക്ടിവിറ്റീസ് കൊണ്ടുവന്നു. അതിനുശേഷം അതിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ എന്ന രീതിയിൽ ഫ്ലോറിഡയിൽ ഏകദേശം 300 യുവജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് ഒരു യൂത്ത് കൺവെൻഷൻ നടത്തി. അങ്ങനെ നല്ല രീതിയിൽ ഫോമ യൂത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പുകളെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഒത്തിരി യൂത്തുകൾ ഫോമയിലേക്ക് കടന്നു വരുന്നുണ്ട്. വിവിധ റീജിയനുകളിലെയും അംഗസംഘടനകളിലെയും ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഫോമ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്? ഫോമയെ സംബന്ധിച്ചോളം ഫോമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് അംഗസംഘടനകളാണ്. ഞങ്ങൾ ഫോമയിൽ വന്നപ്പോൾ 85 സംഘടനകളുള്ളായിരുന്നു. ഇന്നത് 100-ന് മുകളിൽ സംഘടനകളായി ഫോമ വളർന്നു. റീജിയനുകളിലെല്ലാം റീജിയൻ്റെ നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്, അതുപോലെ റീജിയൻ പ്രസിഡന്റ്, റീജിയൻ വൈസ് പ്രസിഡന്റ്, അവരുമായിട്ടെല്ലാം ശക്തമായ ഒരു ആശയവിനിമയം നടത്തി എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ചർച്ച ചെയ്ത് റീജിയനിലെ ആളുകളുടെ പങ്കാളിത്തത്തോടെയാണ് ഫോമ മുന്നോട്ട് പോകുന്നത്. ഫോമ എന്ന സംഘടനയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ റീജിയൻ്റെ ശക്തമായ സമീപനം തീർച്ചയായിട്ടും വേണം, അല്ലാതെ ഒരിക്കലും ഫോമയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളുടെ വ്യക്തി ജീവിതവും സാമൂഹിക പ്രവർത്തനങ്ങളും ഫോമയുടെ ഉത്തരവാദിത്തങ്ങളും എങ്ങനെ സന്തുലിതമാക്കുന്നു? അതൊരു ടഫായിട്ടുള്ള ചോദ്യമാണ്. ഞാനിപ്പോൾ തന്നെ ഞങ്ങൾ വാട്ടർ പാർക്കിൽ പോയിട്ട് വന്നതാണ്. ഇപ്പം മൺഡേ ടു ഫ്രൈഡേ ദിവസങ്ങളിൽ വീട്ടുകാര്യങ്ങൾ, ജോലി, എന്തെങ്കിലും ബിസിനസ് ഉണ്ട്, അതെല്ലാമായിട്ട് പോകും. വീക്കെൻഡ് കാര്യങ്ങൾ ഞങ്ങൾ ഫാമിലിയായിട്ട് വെക്കേഷന് പോവും, ട്രിപ്പ് പോവും. രണ്ടിനകത്തും ഹാപ്പിയാണ്. പിന്നെ ഭാര്യയുടെയും പിള്ളേരുടെയൊക്കെ സഹകരണമുണ്ട്. എനിക്ക് 4 പിള്ളേരാണ്, 3 ആണും 1 പെണ്ണും. അപ്പോൾ അവരോടെ നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യണം. സോ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു വനിതാ നേതാവിന് ഫോമയിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? വനിതാ നേതാക്കൾക്ക് ഇപ്പോൾ ഫോമയിൽ പ്രത്യേകിച്ച് വെല്ലുവിളികളൊന്നും ഇല്ല. പണ്ടത്തെ കാലത്ത് ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം സ്ത്രീകൾ വളരെ ശക്തമായ രീതിയിൽ ഫോമിലേക്ക് വരുന്നുണ്ട്. ഏത് രാത്രിയിലും ഞങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാം, സംസാരിക്കാം. വളരെ ഫ്രീ ആയിട്ട് അവർക്ക് ഇടപെടാനുള്ള സാഹചര്യം ഫോമിലുണ്ട്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് തന്നെ അനുപമ കൃഷ്ണൻ സ്ത്രീയാണ്. പുള്ളിക്കാരി വുമൺസ് ഫോറത്തിൻ്റെ കാര്യങ്ങൾ പുള്ളിക്കാരിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിരവധി സ്ത്രീകൾ ഇപ്പോൾ വുമൺസ് ഫോറത്തിലേക്ക് വരെ മത്സരമുണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥാനത്തേക്കും സ്ത്രീകൾ കടന്നു വരുന്നുണ്ട്. ഫോമിൽ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഫോമിലേക്ക് കടന്നു വരുന്നത്. ഫോമ അംഗങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്? സന്ദേശം വളരെ വ്യക്തമാണ്. ഫോമയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് സൗഹൃദങ്ങൾ ഉണ്ടാക്കാനാണ്. ഇപ്പോൾ ഫോമയിൽ വന്നതുകൊണ്ട് അമേരിക്കയിലും കാനഡയിലുമുള്ള ഏതൊരു മലയാളി സമൂഹത്തിനൊരു ആവശ്യം വിളിച്ചാലും അവിടെ ആരെങ്കിലും വിളിച്ച് കണക്ട് ചെയ്യാനോ അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നല്ല സൗഹൃത്തുക്കളെ ഉണ്ടാക്കാനാണെങ്കിൽ മാത്രം ഫോമയിലേക്ക് വരിക. കാരണം ഈ ഫിലഡൽഫിയ ഇരിക്കുന്ന ഞാൻ ഫ്ലോറിഡയുള്ള ഏതൊരു സുഹൃത്തുമായിട്ട് വഴക്കുണ്ടാക്കി ഒരു ശത്രുവിനെ ഉണ്ടാക്കാനാണെങ്കിൽ ഫോമയിലേക്ക് വരണ്ടല്ലോ. വ്യക്തിഹത്യകൾ ഒഴിവാക്കുക, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. ഇതാണ് എനിക്ക് ഫോമ തരാനുള്ള മെസ്സേജ്. ഇത്രയും നേരം നമ്മളോടുകൂടെ സംസാരിച്ച ഷാലു പുന്നൂസിന് എല്ലാവിധ ആശംസകളും. അപ്പം ഏഞ്ചലെ താങ്ക് യു. ഏഞ്ചൽ എന്ന് പറയുന്നത് പുള്ളിക്കാരി 13 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ അമേരിക്ക വന്ന് ഇവിടെ ടെമ്പിള് കോളേജിൽ ബയോകെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇത്രയും നല്ലതായിട്ട് മലയാളമൊക്കെ പറയുകയും ഇത്രയും നല്ലതായിട്ട് ധൈര്യത്തോടെ ഇവിടെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്തതിന് പ്രത്യേകം നന്ദി. എല്ലാവർക്കും ഇതൊരു മാതൃകയാകണം. നമ്മുടെ കുട്ടികൾ കൂടുതൽ മലയാളം പഠിക്കണം. ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങണം. ഏഞ്ചൽ താങ്ക് യു അഗെയിൻ.